ഹലോ. ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2025 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. +1 പ്രവേശനം ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് നമുക്കത് നോക്കാം. ഏകജാലക സംവിധാനം അഥവാ സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്രമീകരിച്ചതുകൊണ്ട് +1 അപേക്ഷാ സമർപ്പണം ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ സ്വന്തമായോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫ മുഖേനയോ അക്ഷയ സെൻറ്റർ മുഖേനയോ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു വിൻഡോ കാണാം. ഇവിടെ ഇടതുഭാഗത്ത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ -SWS അതാണ് നമ്മൾ പ്രവേശനവുമായി അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും 6 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ. ആദ്യം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കേണ്ടതുണ്ട്. കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാതെ ഒരിക്കലും അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ രണ്ടാമത്തതാണ് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സംവിധാനവും. ഇത് രണ്ടുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇടതുഭാഗത്ത് കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് അവിടെ സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കാനുള്ള വിൻഡോ വരുന്നതായിരിക്കും. അവിടെ സ്കീം സെലക്ട് ചെയ്യുക. SSLC ആണോ CBSE ആണോ അതല്ല SSLC പിന്നെ ഈ പുതിയ വർഷത്തേതാണോ അതല്ല പഴയ വർഷത്തേതാണോ CBSE ആണോ ICSE ആണോ മറ്റേതെങ്കിലും മേഖലയാണോ അത് സെലക്ട് ചെയ്യുക. അവിടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. കാൻഡിഡേറ്റിൻ്റെ പേര് വലിയ അക്ഷരത്തിൽ തെറ്റാതെ എൻ്റർ ചെയ്യുക. വീണ്ടും എൻ്റർ ചെയ്യുക. SSLC പാസ്സായ വർഷം മാസം എന്നിവ സെലക്ട് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ എൻ്റർ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ട് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അത് വീണ്ടും കൺഫേം ചെയ്യുക. ആ മൊബൈലിലേക്കായിരിക്കും പിന്നീട് വിദ്യാർത്ഥിക്ക് തങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മെസ്സേജ് ആയിട്ട് വരിക. OTP വരുന്നതൊക്കെ അതിലാണ്. അതുകൊണ്ട് കയ്യിൽ മൊബൈൽ നിർബന്ധമായിട്ടും കരുതണം. അതിൻ്റെ ശേഷം മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ്. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്? സെൽഫ് എന്ന് കൊടുത്താലും മതി. തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. അത് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ നേരത്തെ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് OTP എന്ന ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത സ്റ്റേജിൽ ഇങ്ങനെ ഒരു സെക്ഷൻ കാണാം. അതാണ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. അവിടെ പാസ്വേഡ് വിദ്യാർത്ഥികൾ സ്വയം പാസ്വേഡ് ഇവിടെ ഉണ്ടാക്കി എൻ്റർ ചെയ്യണം. ന്യൂ പാസ്വേഡ് പുതിയ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യണം. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 8 അക്ക പാസ്വേഡാണ് നിർബന്ധമായിട്ട് വേണ്ടത്. അത് വലിയ അക്ഷരം വേണം, ചെറിയ അക്ഷരം വേണം. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം. ഇതെല്ലാം കൂടി 8 അക്ക നമ്പറാണ് പാസ്വേഡ് വേണ്ടത്. അത് വീണ്ടും ഇവിടെ കൺഫേം ചെയ്യുക. അതേ പാസ്വേഡ് തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് തൊട്ട് താഴെ അപ്ഡേറ്റ് എന്ന ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് കാണും. കാൻഡിഡേറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ വിജയകരമായി സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വരുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ 10 അക്ക ആപ്ലിക്കേഷൻ നമ്പറാണ്. അത് നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. അതാണ് നിങ്ങളുടെ യൂസർ നെയിം. പാസ്വേഡ് പിന്നെ നേരത്തെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പാസ്വേഡും ഈ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങൾ പോവേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ. രണ്ടാമത്തേത് താഴെ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രസ് ചെയ്യുക. അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇപ്പോൾ നേരത്തെ കണ്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. പാസ്വേഡ് നേരത്തെ ഉണ്ടാക്കിയ പാസ്വേഡ് ഓർമ്മയുണ്ടാകും. ആ പാസ്വേഡോടെ എൻ്റർ ചെയ്യുക. തങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് താഴെ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടം മുതലാണ് വിദ്യാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നത്. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഈ ലിങ്കിൽ പ്രസ് ചെയ്താൽ
തൊട്ടടുത്ത വിൻഡോ വലിയൊരു വിൻഡോ വരുന്നതാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം നമ്മുടെ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഇവിടെ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. നേരത്തെ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂൾ ഇവിടെ സെലക്ട് ചെയ്യണം. ആ സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്യുക. രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾ രജിസ്റ്റർ നമ്പർ മാത്രം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങളെല്ലാം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. എന്നാൽ CBSE വിദ്യാർത്ഥികൾ, ICSE വിദ്യാർത്ഥികൾ, മറ്റ് സ്റ്റേറ്റിൻ്റെ പുറത്തു നിന്നൊക്കെ പല കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടേത് പൂർണ്ണമായും നമ്മൾ എൻട്രി ചെയ്യേണ്ടതുണ്ട്. ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല. സ്റ്റേറ്റ് സിലബസിൽ പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ രജിസ്റ്റർ നമ്പർ അടിച്ചാൽ തന്നെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും തൊട്ട് താഴെയുള്ള പെർമനൻ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എല്ലാം അവിടെ വരുന്നതായിരിക്കും. അതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്യേണ്ടതുണ്ട്. ഗ്രേസ് മാർക്ക് 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രേസ് മാർക്ക് യെസ് എന്ന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. തൊട്ടടുത്ത ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, അവിടെ കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ LSS, USS, NMMS, NTSC തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് തലത്തിൽ ആർട്സ്, സ്പോർട്സ് എന്നിവയിലൊക്കെ പ്രത്യേകിച്ച് കാലിബർ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങളവിടെ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം പൂർത്തിയാകുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. തൊട്ടടുത്തത് മാർക്ക് എൻട്രി ചെയ്യാനുള്ള ഭാഗമാണ് സ്കീം 1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിൽ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരുന്നതായിരിക്കും. നമുക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. നേരെ സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ മതി. എന്നാൽ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സ്കീം 4 ആയിരിക്കും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ മാർക്കുകളെല്ലാം നമ്മൾ എൻട്രി ചെയ്യണം. അതിൽ മാത്തമെറ്റിക്സ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് എന്ന് സെലക്ട് ചെയ്തിരിക്കണം. സ്റ്റാൻഡേർഡ് മാത്തമെറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മാത്തമെറ്റിക്സ് ഉൾപ്പെടെയുള്ള സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. CPSE വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ നിർദ്ദേശം ഉള്ളത്. പിന്നെ ICSE വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ എല്ലാം മാർക്ക് സ്വയം തന്നെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതും കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ ഈ അപേക്ഷാ സമർപ്പണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പൊതുവേ നമ്മളെടുത്ത് ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ ഭാഗം. ഇവിടെയാണ് നിങ്ങൾ സ്കൂൾ ഓപ്ഷൻ, ഏതെല്ലാം സ്കൂളുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് എന്ന് ഇവിടെ നിങ്ങൾ എൻട്രി ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ ആരും തന്നെ ഒരു സ്കൂളിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും എത്ര സ്കൂളുകൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ സ്കൂള് എന്ന് പറയുന്ന ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ സ്കൂളിൻ്റെ കോഡാണ് എൻട്രി ചെയ്യേണ്ടത്. സ്കൂളിൻ്റെ കോഡ് എൻട്രി ചെയ്യുന്നു. കോഴ്സ് ഏതാണ്, സബ്ജക്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ കോഴ്സ് കോമ്പിനേഷൻ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. സയൻസ് ആണെങ്കിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അതിൽ ഏത് കോമ്പിനേഷനാണ് വേണ്ടത് എല്ലാം അവിടെ സെലക്ട് ചെയ്യപ്പെടും. അവിടെ വരുന്നതായിരിക്കും. അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സേവ് അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തത് വീണ്ടും വരും. അടുത്ത സ്കൂൾ കൊടുക്കാൻ അവിടെ കൊടുക്കുക, അടുത്തത് കോഴ്സ് കൊടുക്കുക, വീണ്ടും സേവ് അടിക്കുക. അങ്ങനെ എത്ര വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് കുറേ സ്കൂളുകളും കോഴ്സ് കോമ്പിനേഷനുകളും അവിടെ നൽകാവുന്നതാണ്. വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊണ്ട് നിങ്ങൾ സേവ് അടിച്ചു കഴിഞ്ഞാൽ അതിലെങ്ങാനും നിങ്ങൾക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൽ പോയി ചേരൽ നിർബന്ധമാണ്. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സ്കൂൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗമാണ് നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് SSLC സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ, മറ്റെന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണോ നിങ്ങൾ നേരത്തെ ബോണസ് പോയിന്റിന് വേണ്ടി കൊടുത്തത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ നമ്പർ, അത് ഇഷ്യൂ ചെയ്ത അതോറിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എൻട്രി ചെയ്ത് സബ്മിറ്റ് നൽകേണ്ടതാണ്. IED വിദ്യാർത്ഥികൾ അഥവാ ഡിസേബിൾഡ് സ്റ്റുഡൻസ് അവരുടെ സർട്ടിഫിക്കറ്റുകൾ നമ്പർ മാത്രം നൽകിയാൽ പോരാ. സർട്ടിഫിക്കറ്റുകളെല്ലാം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മറ്റുള്ള വിദ്യാർത്ഥികളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് നേരത്തെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തത് അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതായിരിക്കും. ആ കോളത്തിൽ അതിൻ്റെ ഡേറ്റ്, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി മാത്രം എൻട്രി ചെയ്ത് ഓരോന്നും സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ഓൾ എന്ന് പറയുന്ന ബട്ടൺ താഴെ പ്രസ് ചെയ്ത് കഴിയുന്നതോടുകൂടി
കഴിഞ്ഞാൽ മൊത്തം നേരത്തെ നൽകിയ എല്ലാ വിവരങ്ങളും ഉൾപ്പെടെയുള്ള മൊത്തത്തിലൊരു വിൻഡോ വരുന്നതായിരിക്കും. ആ വിൻഡോയിൽ ലാസ്റ്റ് ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ബട്ടണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അപേക്ഷാ സമർപ്പണം +1 അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുന്നതായിരിക്കും. ഏതായാലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ആദ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 മെയ് 20 വൈകിട്ട് 5 മണി വരെയാണ്. ആയതുകൊണ്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം, SSLC പാസ്സായ വിദ്യാർത്ഥികൾക്കെല്ലാം അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കി നൽകാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി പ്രോസ്പെക്ടസുകളെല്ലാം വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് സംശയം ദൂരീകരിച്ചതിന് ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. ഒരു വിദ്യാർത്ഥിയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളുകളിലോ മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ പ്രിൻസിപ്പളിനോ സമർപ്പിക്കേണ്ടതില്ല. പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.